കേരള ചലച്ചിത്ര അക്കാദമിയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പൂർത്തിയാകുമ്പോഴും പുതിയ ചെയർമാനെയും സെക്രട്ടറിയെയും നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ഭരണസമിതിയുടെ നിയമനത്തിന് ഗ്രൂപ്പ് തർക്കമാണ് തടസ്സമാകുന്നത്. കേരള ചലച്ചിത്ര അക്കാദമിയിലെ മുൻ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച അധികാരമൊഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ അംഗങ്ങളെ നിയമിക്കാത്തത് ഭരണപ്രതിസന്ധിക്ക് കാരണമാകുന്നു. UDF സർക്കാർ അധികാരമേറ്റ മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞിട്ടും സാംസ്കാരിക വകുപ്പോ മന്ത്രി PC വിഷ്ണുനാഥോ ചലച്ചിത്ര അക്കാദമിയിലെ ഭരണപ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുന്നില്ല. ഇതോടെ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ജൂണിൽ നടക്കേണ്ട അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റ് ഉൾപ്പെടെ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. 2024 ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. കൂടാതെ 2025 ചലച്ചിത്ര ടെലിവിഷൻ അവാർഡുകൾ നിർണ്ണയിക്കുന്നതിനുള്ള ജൂറിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. അധികം വൈകാതെ പുതിയ ഭരണസമിതി അംഗങ്ങളെ നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞിരുന്നെങ്കിലും നിയമന നടപടികൾ അനന്തമായി വൈകുകയാണ്. ഗ്രൂപ്പ് തർക്കമാണ് പുതിയ ഭരണസമിതി അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം. ഡിസംബറിൽ നടക്കേണ്ട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കായുള്ള സിനിമകളുടെ തിരഞ്ഞെടുപ്പും അനുബന്ധ പ്രവർത്തനങ്ങളും ഓഗസ്റ്റിൽ നടക്കേണ്ടതാണ്. ഭരണസമിതിയെ കണ്ടെത്താൻ വൈകുന്നത് ഡിസംബറിൽ നടക്കേണ്ട ചലച്ചിത്രമേളയും പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനം, തിരുവനന്തപുരം.